Good afternoon. Good afternoon, Miss. Good afternoon. Okay. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഉണ്ടോ? നിങ്ങളുടെ നാട്ടില് മഴയുണ്ടോ? മഴയുണ്ട്. മഴയാണല്ലേ? ഇവിടെ മഴയാണ്, നല്ല മഴയാണ്. ചിലപ്പോ ക്ലാസ് എടുക്കുന്നിടയിൽ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലപ്പോ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. ക്ലാസ് കട്ടായി പോയാൽ പിന്നീട് ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, നെറ്റ് കൊണ്ടാണ് ഇപ്പോ ക്ലാസ് നടക്കുന്നത്. അതിന്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. ഫുഡ് കഴിച്ചല്ലോ അവരും? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആയിരുന്നു അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് റിവൈസ് ചെയ്യാം. ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആയിരുന്നു നമ്മൾ എടുത്തത്. അതില് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് പറഞ്ഞത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത് ഇന്റലിജന്റ് ടെസ്റ്റ്, അതുപോലെ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ്, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 4 തരത്തിലുള്ള ടെസ്റ്റ് ആണ് ഇതിൽ വരുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത് കേട്ടോ. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റിൽ വരുന്നത് ജോബ് നോളജ് ടെസ്റ്റും അതുപോലെ വർക്ക് സാമ്പിൾ ടെസ്റ്റുമായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിനകത്ത് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു കാൻഡിഡേറ്റ്, അതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ ടെസ്റ്റും ഇൻ ബാസ്കറ്റ്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, വാല്യൂ സിസ്റ്റം, അതുപോലെ തന്നെ മൂഡ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ അളക്കുന്നതിനായിട്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ ഒരു കാൻഡിഡേറ്റിന്റെ പേഴ്സണാലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. അതിനകത്ത് വരുന്നത്, അതിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ലെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ എക്സാമിൽ മോക്ക് ടെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പ്രൊജക്റ്റീവ് ടെസ്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് പേഴ്സണാലിറ്റി അളക്കുന്നത്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പിക്ചർ തന്നിട്ട് നമ്മളോട് പറയുമല്ലേ, സ്റ്റോറി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റീവ് ടെസ്റ്റില് പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. Okay, next portion ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറിയാലോ നമുക്ക്, ഒരാളുടെ എന്താണ് മെന്റൽ എബിലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം എന്താണ് നോളജ് ഉണ്ട്, നേടിയെടുത്തിട്ടുള്ള നോളജ് ആണ് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് അച്ചീവ്മെന്റ് ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ഹാസ് ദ ട്രഡീഷണലി റെഫേർഡ് ടു എ പേഴ്സൺസ് capacity to profit from further training. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ് പറഞ്ഞത്? ഹാസ് traditionally referred to a person's capacity to profit from further training. അപ്പൊ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? നിലവിലുള്ള ജോബിന് പുറമെ, നമുക്കിപ്പോ ഒരു ജോലി ഉണ്ടെങ്കിൽ അതിന് പുറമെ കൂടുതൽ പരിശീലനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ടീച്ചറാണ് അല്ലെ, ടീച്ചറാണ്. ഇനി എനിക്ക് പാടാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ 4 കുട്ടികളെ പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ട്, അതിന് പുറമെ ആണല്ലേ ഞാൻ ചെയ്യുന്നത്. അതിന് പുറമെ ഞാൻ ഇത്തിരി എന്താണ് ഇൻകം സേവ് ചെയ്യുന്നുണ്ട് അല്ലെ, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. 4 കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ട് അതിൽ നിന്നും ഞാൻ ഇത്തിരി വരുമാനം കണ്ടെത്തുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ എന്താണ്?
നിലവിലുള്ള ജോബിന് പുറമെ കൂടുതൽ പരിശീലനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ്. ഇനി അച്ചീവ്മെന്റ് ഹാസ് റെഫേർഡ് ടു ദ ഡിഗ്രി ഓഫ് എബിലിറ്റി ഓൾറെഡി അറ്റൈൻഡ്. നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേടിയെടുത്തിട്ടുള്ള കഴിവിനെയാണ് അല്ലെ. എനിക്ക് എന്താണ്, ഞാൻ ഇപ്പൊ ഒരു കോഴ്സ് കഴിഞ്ഞ് അതിൽ നിന്ന് എനിക്ക് എന്തോരം എന്താണ് നോളജ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എത്ര നേടിയെടുത്തിട്ടുണ്ട്, ആ ടെസ്റ്റിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നേടിയെടുത്തിട്ടുള്ള കഴിവിന്റെ വ്യാപ്തിയാണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നുണ്ട്, ആ ജോലിക്ക് പുറമെ എന്താണ്, കൂടുതൽ പരിശീലനത്തിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നേടിയെടുത്തിട്ടുള്ള ഒരു കഴിവ് അല്ലെ. എനിക്ക് ഓൾറെഡി ഉള്ള എബിലിറ്റി, ഞാൻ ഒരു കോഴ്സ് പഠിച്ചു, അതിൽ നിന്ന് ഞാൻ എത്രത്തോളം നോളജ് ഞാൻ നേടിയെടുത്തിട്ടുള്ള ആ ഒരു കഴിവിനെയാണ്, ആ നോളജ് നേടിയെടുത്തിട്ടുള്ള അതിന്റെ കഴിവിനെയാണ് നമ്മൾ ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ഓൺ കോമ്പിറ്റൻസി acquired from the general, informal, out of the school experience. അപ്പൊ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? സ്കൂൾ എക്സ്പീരിയൻസിന് പുറമെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള പൊതുവായതും അതുപോലെ തന്നെ ഔപചാരികവുമായിട്ടുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്കൂൾ എക്സ്പീരിയൻസിന് പുറമെ നമ്മള് നേടിയെടുത്തിട്ടുള്ള പൊതുവായതും ഔപചാരികവുമായിട്ടുള്ള കഴിവ്. ഓക്കെ. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ഫോക്കസ് മോർ ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ obtained from study particular subjects, school subjects. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ആ സ്കൂൾ സബ്ജക്ട്സ് നിന്ന് നമ്മൾ ഏതൊക്കെ സബ്ജക്ട് ഉണ്ടോ അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം നോളജ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, അതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് സ്കൂൾ എക്സ്പീരിയൻസിന് പുറമെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള പൊതുവായതും ജനറൽ ആയതും അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ളതും ഔപചാരികമായിട്ടുള്ളതുമായ കഴിവാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? മോർ ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ obtained from study particular school subject. സ്കൂൾ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ നേടിയെടുത്തിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ നോളജ് ഇത്രത്തോളം ഉണ്ട്, അതാണ് ഈ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ദി ഫ്യൂച്ചർ അല്ലെ. ഫ്യൂച്ചറിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഏത് ടെസ്റ്റില്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ, ഭാവിയെയാണ് ഫ്യൂച്ചറിനെയാണ് കൂടുതലായിട്ടും ആപ്റ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി അച്ചീവ്മെന്റിൽ എങ്ങനെയാണ്? അച്ചീവ്മെന്റ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ദി പാസ്റ്റ്, പാസ്റ്റിനെയാണ് കൂടുതലായിട്ടും അച്ചീവ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ അതിൽ നോക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് അച്ചീവ്മെന്റിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പാസ്റ്റിനെയാണ്. ഓക്കെ. ഇനി നാലാമത്തെ എന്താ പറയുന്നത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹാവ് ബീൻ ഡിവൈസ്ഡ് പ്രൈമർലി to measure potential achievement or to predict the level of the future performance. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്റ്റിനെയാണ് അല്ലെ, സോറി ഫ്യൂച്ചറിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ് പറയുന്നത്? ഫോക്കസ് അല്ലെങ്കിൽ എന്താണ് കൂടുതലും മെഷർ ചെയ്യുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള പെർഫോമൻസിനെയാണ് അത് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് എങ്ങനെയാണ്? യൂസ്ഡ് ടു മെഷർ അറ്റൈനബിൾ എബിലിറ്റി, നമ്മൾ അറ്റൈൻ ചെയ്തെടുത്ത നേടിയെടുത്ത എബിലിറ്റി, കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റില് മെഷർ ചെയ്യുന്നത്.
മനസ്സിലായോ? ഇനി അഞ്ചാമത്തെ എന്താ പറയുന്നത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് begin in business or industry or organizational context work such as the test as administrator was administrated for employee selection, placement and occupational counseling. അപ്പൊ എംപ്ലോയി സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും പ്ലേസ്മെന്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജോലിയിൽ അല്ലെ ഒക്യുപേഷണലുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കൊടുക്കാം. ഇതിനൊക്കെയാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ആ സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. എംപ്ലോയി സെലക്ഷൻ ഉണ്ട്, പ്ലേസ്മെന്റ് ഉണ്ട്, ഒക്യുപേഷണൽ കൗൺസിലിംഗ്. ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നും കൂടി പറയാം ആദ്യം മുതൽ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ഹാസ് ട്രഡീഷണലി റെഫേർഡ് ടു ദ പേഴ്സൺസ് കപ്പാസിറ്റി ടു പ്രോഫിറ്റ് ഫ്രം ഫർദർ ട്രെയിനിങ്. അല്ലെ, നിലവിലുള്ള ജോലിന് പുറമെ കൂടുതൽ പരിശീലനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി നേടിയെടുത്തിട്ടുള്ള അല്ലെ അറ്റൈൻ ചെയ്തിട്ടുള്ള എബിലിറ്റി, കഴിവിനെയാണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എന്തൊക്കെയാണ്? സ്കൂൾ എക്സ്പീരിയൻസിന് പുറമെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള പൊതുവായിട്ടുള്ളത്, ജനറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കഴിവിനെ, ഔപചാരികവുമായിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഓരോ സ്കൂൾ സബ്ജക്ട് പഠിക്കും അല്ലെ, സ്കൂളില് അതുപോലെ തന്നെ പല പല സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൂടെ നേടിയെടുത്തിട്ടുള്ള കഴിവ്, ഓക്കെ, എത്രത്തോളം നോളജ് നമ്മൾക്ക് ആ സബ്ജക്റ്റുകളിലുണ്ട്, അതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് മെഷേഴ്സ് ഫോക്കസ് ഓൺ ദി ഫ്യൂച്ചർ അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഫ്യൂച്ചറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അച്ചീവ്മെന്റ് എന്താണ്? പാസ്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹാസ് ബീൻ ഡിവൈസ്ഡ് പ്രൈമർലി ടു മെഷർ ദ പൊട്ടൻഷ്യൽ അച്ചീവ്മെന്റ് ഓർ ടു പ്രെഡിക്ട് ദ ലെവൽ ഓഫ് ദി ഫ്യൂച്ചർ പെർഫോമൻസ്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എന്താണ്? ഈ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫോമൻസിനെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫ്യൂച്ചർ പെർഫോമൻസ് അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ് നോക്കുന്നത്? അവിടെ മെഷർ ചെയ്യുന്നത് നമുക്കുള്ള ഓൾറെഡി അറ്റൈൻ ചെയ്തിട്ടുള്ള എബിലിറ്റി, കഴിവ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നോളജ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ്, ഫിഫ്ത് പോയിന്റ് എന്താ പറഞ്ഞത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മൂന്ന് കാര്യങ്ങളാണല്ലേ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് 3 പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എംപ്ലോയി സെലക്ഷൻ ഉണ്ട്, പ്ലേസ്മെന്റ് ഉണ്ട്, ഒക്യുപേഷണൽ കൗൺസിലിംഗ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ ആണോ? ഓക്കെ, ഡിഫറൻസ് മനസ്സിലായി അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് choosing a test. Following standards and factors should be considered while choosing a selection test. നമ്മളൊരു സെലക്ഷൻ ടെസ്റ്റ് അല്ലെ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യേണ്ട ചില ഘടകങ്ങള്, ചില സ്റ്റാൻഡേർഡ്സ് അല്ലെ മാനദണ്ഡങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു 6 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റിവിറ്റി, യൂട്ടിലിറ്റി, റിലയബിലിറ്റി, വാലിഡിറ്റി, പ്രിപ്പറേഷൻ, സ്യൂട്ടബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്താണ്? ഒബ്ജക്റ്റിവിറ്റി വസ്തുനിഷ്ഠത. ഓക്കെ, വസ്തുനിഷ്ഠത. ആൻഡ് objective test measures a variable independent of the people conducting the test and the circumstances of the tester. And objective test measures a variable independent of the people conducting the test and the circumstances of the test. നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് എന്താണ്? ഓപ്ഷൻസ് ഉണ്ടാവോ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്? നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അല്ലെ? 4 ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓപ്ഷൻസ് ബേസ്ഡ് ടെസ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. അപ്പോ അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടത്തുമ്പോ ഒരു കാൻഡിഡേറ്റിന്റെ വേരിയബിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ വേരിയബിൾ ഇൻഡിപെൻഡൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോ ഒരു കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ ഒരു പീപ്പിളിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിള് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ് ദ ടെസ്റ്റ് ഹാസ് ടു ബി ഫെയർ. ഫെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫെയർ ന്യായമായിരിക്കണം അല്ലെ? ടെസ്റ്റ് നടത്തുമ്പോ അതെന്താണ്? ന്യായമായ രീതിയിൽ വേണം നടത്താനായിട്ട്. ടെസ്റ്റ് ഹാസ് ടു ബി ഫെയർ. ടെസ്റ്റ് എന്ന് പറയുന്നത് ന്യായമായിരിക്കണം. The objective selection method guarantee unbiased measures of the employee's ability. ഇനി ഒബ്ജക്റ്റീവ് സെലക്ഷൻ, ഒബ്ജക്റ്റീവ് ടെസ്റ്റിലൂടെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത് അതെന്താണ് ഉറപ്പ് നൽകുന്നത്? ഗ്യാരണ്ടി ചെയ്യുന്നത് അല്ലെ? അൺബയാസ്ഡ് മെഷേഴ്സ്, തെറ്റുകൾ വരാതെ ഒരു എന്താണ് എംപ്ലോയീസിനെ നമ്മൾക്ക് അവന്റെ കഴിവില് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിലൂടെ, ഒബ്ജക്റ്റീവ് ടെസ്റ്റിലൂടെ. ഒബ്ജക്റ്റീവ് ടെസ്റ്റിലൂടെ നമുക്ക് എന്താണ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? തെറ്റുകൾ വരാതെ നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ കഴിവനുസരിച്ച് ഒരാളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. Then I'll start with given each candidate some same information and encouragement. ഇനി നമ്മള് പല കാൻഡിഡേറ്റ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാറുണ്ട് അല്ലെ? ഇങ്ങനെ വേക്കൻസി ഉണ്ട് എന്ന് അറിയിക്കുമ്പോ പല അപേക്ഷകൾ വരാറുണ്ട്. പല തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടത്തുമ്പോ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ കൊടുക്കാറ്? ഇല്ല അല്ലെ? എല്ലാവർക്കും സെയിം ആയിട്ടുള്ള സെയിം രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരാളിപ്പോ സയൻസ് ആണെങ്കിൽ സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരാളാണെങ്കിൽ മാത്സ് ആണെങ്കിൽ മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യാം. ആണോ? അല്ല, എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്കൂളില് ഇപ്പൊ ഒരു UP വാക്കൻസി വന്നു. UP വാക്കൻസിക്ക് കുറെ ആളുകൾ അവിടെ എന്താണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും അല്ലെ? അങ്ങനെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവരിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീച്ചർ വന്നത് സയൻസ് ബേസ്ഡ് ആയിരുന്നു, ഒരു ടീച്ചർ വന്നത് എന്താണ് ഇംഗ്ലീഷ് ആയിരുന്നു സബ്ജക്ട്, ഒരു ടീച്ചർ വന്നത് മാത്സ് ആയിരുന്നു. അപ്പോ ഓരോ എന്താണ് കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണോ അവര് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്? ആണോ?
അല്ല, ഓരോരുത്തർക്കും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ടെസ്റ്റ് നടത്തുമ്പോൾ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത് അല്ലെ. എല്ലാത്തിൽ നിന്നും മാത്സിൽ നിന്നായാലും ഇംഗ്ലീഷിൽ നിന്നായാലും അതുപോലെ സോഷ്യലിൽ നിന്നായാലും എന്താണ് ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവര് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നത് സെയിം ഇൻഫർമേഷനും സെയിം എൻകറേജ്മെന്റും. അപ്പൊ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോരുത്തരുടെയും ഇൻഡിപെൻഡന്റ് വാരിയബിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ സെയിം ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഫെയർ ആയിരിക്കണം, ന്യായമായിരിക്കണം. അതുപോലെ ഇതെന്താണ് ഉറപ്പ് നൽകുന്നത് ഈ ടെസ്റ്റിലൂടെ? അൺബയാസ്ഡ് അല്ലെ, എന്താണ് റിസ്കുകള് കുറച്ചുകൊണ്ട് തെറ്റുകളൊന്നും വരാത്ത രീതിയിൽ എംപ്ലോയീസിന്റെ എബിലിറ്റി നോക്കിക്കൊണ്ട് അവരെ സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവിടെ വരുന്ന എല്ലാ കാൻഡിഡേറ്റിനും സെയിം ആയിട്ടുള്ള ഇൻഫർമേഷനും സെയിം എൻകറേജ്മെന്റ് ആണ് ഇവിടെ നൽകുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി പ്രയോജനം അല്ലെ, അതന്നെ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ അല്ലെ. പ്രയോജനം എന്താണ്? ഇങ്ങനെ ടെസ്റ്റ് നടത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇറ്റ് refers to the financial gain obtained by using a specific selection method. നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിലൂടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗെയിൻ ഉണ്ടാവും അല്ലെ. നോക്കിക്കോളൂ, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. The main objective is to increase the revenue as the function for the selection method for deducting the cost expenditure incurred during the application of the certain method. The standard level of utility needed low selection ratios. അപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനെ നമ്മള് ഇപ്പൊ കുറെ അധികം ആളുകൾ വരുമ്പോ എന്തായിരിക്കാം ഒരു ഓർഗനൈസേഷന് ഇന്റർവ്യൂകള് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ കുറെ ടൈം പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കുറെ അധികം ആളുകൾ, ഇപ്പൊ 100-ൽ കൂടുതൽ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പ്രയോജനകരം എന്തായിരിക്കാം? നമ്മുടെ വാക്കൻസി വരുമ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടത്തുന്നതാണോ അല്ലെങ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് ഇന്റർവ്യൂ നടത്തുന്നതാണോ പ്രയോജനകരം, ഏറ്റവും ലാഭം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയായിരിക്കാം? പറഞ്ഞത് കംപ്ലീറ്റ് ആയോ? ഇന്റർവ്യൂ ആണോ? ഓക്കെ, ഇന്റർവ്യൂ. ഇനി ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? കുറെ ആളുകൾ വരുമ്പോ, 100-ൽ കൂടുതൽ ആളുകൾ വരുമ്പോ അപ്പൊ അതിനകത്തുനിന്ന് നമുക്കിപ്പോ എന്താണ് നമ്മുടെ കമ്പനിയിലേക്ക് ഏറ്റവും യോജിച്ച ആളെ സെലക്ട് ടെസ്റ്റ് ആണ് അല്ലെ. ടെസ്റ്റ് ആണ്. ഇപ്പൊ 100-ലധികം ആളുകൾ വരുമ്പോ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്ത് ആ കാലത്ത് തൊട്ട് ചിലപ്പോ 2 ദിവസം പിടിക്കൂലേ 100 ആളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. ഇപ്പൊ ടൈം അതുപോലെ തന്നെ പോസ്റ്റ് ഒക്കെ കൂടുതലാവാനായിട്ട് അല്ലെ, കൂടുതലാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രയോജനകരം എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് നടത്താം അല്ലെ. ടെസ്റ്റ് നടത്തി കുറെ അധികം ആളുകളെ അതിൽ നിന്ന് എലിമിനേറ്റ് ആക്കാൻ പറ്റും. എക്സാം നടത്തിയിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാം. കുറെ അധികം ആളുകളെ ആ ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും അല്ലെ. ഓക്കെ, ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കുറെ അധികം ആൾക്കാർ, ഇപ്പൊ 1-2 അല്ലെങ്കിൽ 4-5 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഏറ്റവും പ്രയോജനകരം എന്ന് പറയുന്നത്? ഈ ടെസ്റ്റുകള് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അധികം ലോ മാർക്ക് കിട്ടിയ ആളുകളേക്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. The main objective is to increase the revenue function of the selection method after deducting the cost of expenditure incurred during the application
application of the certain method. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ അങ്ങനെ റവന്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ it is totally related to the capability of the organization to attract the largest number of talent and qualified applicants for every vacant position. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വാക്കൻസി ഉണ്ടെന്ന ആ പൊസിഷനിലേക്ക് ആളുകളെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? ആ നല്ല രീതിയിൽ ടാലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഇങ്ങനെയുള്ള ഇതിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് യൂട്ടിലിറ്റി. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി, റിലയബിൾ എന്താണ് മീനിങ്? റിലയബിൾ വെരി ഗുഡ്, വിശ്വസ്തത അല്ലെ? വിശ്വസ്തത. Trustworthy. Okay, it denotes the uniformity of the selection test. Any test is said to be reliable only if it is consistently producing the same result. അപ്പൊ എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? വിശ്വസ്തതയാണ് അല്ലെ? സെലക്ഷൻ ടെസ്റ്റിന്റെ ഒരു യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകീകൃതയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ടെസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? റിലയബിൾ ആയിരിക്കണം, വിശ്വസനീയമായിരിക്കണം, ഒരു ട്രസ്റ്റ് വർത്തി അല്ലെ? ട്രസ്റ്റ് ആയിരിക്കണം. ഇപ്പൊ ഏത് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും അതെന്തായിരിക്കണം? ഒരു വിശ്വസനീയമായിരിക്കണം അല്ലെ? എക്സാമ്പിൾ നോക്കാം. With an unreliable test, an individual may score high at one event and very low on other, even if both the events are mutually close at time. Thus, this uniformity is developed with the help of re-examination of candidate with the same test on two or more events or by any other method to evaluate the uniformity of the test score. ഫോർ എക്സാമ്പിൾ പറയുന്നതിന് ഒരു അൺറിലയബിൾ ടെസ്റ്റ് അല്ലെ? വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി അല്ലാത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇവന്റിന് ഒരു ടെസ്റ്റ് നടത്തി, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഏതെങ്കിലും ഒരു ടൈപ്പ് ടെസ്റ്റ് നടത്തി. ഇനി വേറൊരു ഇവന്റിന് ഇതേ സെയിം ടെസ്റ്റ് തന്നെ നടത്തി. അപ്പൊ ഫസ്റ്റ് നടത്തിയ ടെസ്റ്റിന് ഹൈ സ്കോർ കിട്ടി. ഓക്കെ, ഒരു ഇവന്റ് വന്നു, അപ്പൊ നമ്മളൊരു ടെസ്റ്റ് നടത്തി, അതിനെല്ലാവരും ഹൈ സ്കോർ വാങ്ങിച്ചു. ഇനി അതേ ഇത് തന്നെ ഒരു അനദർ ഇവന്റിൽ എന്ത് ചെയ്തു? ആ സെയിം ടെസ്റ്റ് തന്നെ നടത്തി. അപ്പൊ എന്താണ്? അത് ലോ സ്കോറിലോട്ട് മാറി. അപ്പോ ഈ ടെസ്റ്റ് ആ സെയിം ടെസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഇവന്റിനും. അപ്പോ അത് ട്രസ്റ്റ് വർത്തിയാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? നമ്മൾ ആദ്യം കൊടുത്തപ്പോ എന്താണ്? കുറെ മാർക്ക് അല്ലെ? ഹൈ സ്കോർ എല്ലാവർക്കും കിട്ടി. രണ്ടാമതൊരു ഇവന്റ് വന്നപ്പോ ആ സെയിം ടെസ്റ്റ് തന്നെ നടത്തിയപ്പോ എന്താണ്? ലോ സ്കോറിലോട്ട് പോയി അല്ലെ? ചിലവരൊക്കെ നോ യൂണിഫോമിറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? അതാണ് അൺറിലയബിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ? അല്ലെങ്കിൽ ഒരു വിശ്വസനീയമല്ല. അപ്പോ ടെസ്റ്റ് എപ്പോഴും എന്താണ്? സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോമിറ്റി ആയിരിക്കണം, ഒരു ഏകീകൃതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, റിലയബിൾ ആയിരിക്കണം. ടെസ്റ്റ് എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. ട്രസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വിശ്വസനീയമായിരിക്കണം ടെസ്റ്റ് എന്ന് പറഞ്ഞാല്. ഇത് നമ്മളിവിടെ എക്സാമ്പിൾ പറയുകയാണ്. അൺറിലയബിൾ ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു ഇവന്റ് വന്നപ്പോ ഒരു ടെസ്റ്റ് നടത്തി, അതിന് എല്ലാവർക്കും ഹൈ സ്കോർ കിട്ടി. ഇനി ആ സെയിം ടെസ്റ്റ് തന്നെ വേറൊരു ഇവന്റിന് കൊടുത്തു. അപ്പോഴും എന്താണ്? വിശ്വസനീയമായ അല്ലെങ്കിൽ റിലയബിലിറ്റി എന്ന് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ആ രണ്ടാമത് കൊടുത്ത ഇവന്റിനും എന്ത് വരണം? ഹൈ സ്കോർ തന്നെ എല്ലാവർക്കും കിട്ടണം അല്ലെ? പക്ഷെ ഇവിടെ വന്നത് എന്താണ്? ലോ സ്കോർ ആണ് എല്ലാവർക്കും കിട്ടിയത്. അപ്പൊ നമുക്ക് ആ ടെസ്റ്റിനെ വിശ്വസിക്കാൻ പറ്റുമോ?
ഇല്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചൂസ് ദി ടെസ്റ്റിൽ പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞു, അതുപോലെ യൂട്ടിലിറ്റി പറഞ്ഞു, റിലയബിലിറ്റി പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കിയൊന്നു 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് 4ാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. വാലിഡിറ്റി. വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് അല്ലെ. As it is the degree to which a test evaluates what it is supposed to evaluate. ഇനി എന്താണ് ഈ വാലിഡിറ്റി ഒരു ടെസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്, ഘടകം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു എക്സാം നടത്തുമ്പോൾ അത് എത്രത്തോളം വാലിഡ് ആണ് നമ്മൾ നോക്കും അല്ലെ. വാലിഡ് ആണ് എന്ന് നോക്കുന്നുണ്ട്. അതാണ് വാലിഡിറ്റി അല്ലെങ്കിൽ വാലിഡിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് എ ടെസ്റ്റ് ഇവാലുവേറ്റ് വാട്ട് ഇറ്റ് വാസ് സപ്പോസ്ഡ് ടു ഇവാലുവേറ്റ്. ഒരു പരീക്ഷ എത്രത്തോളം അത് വിലയിരുത്തേണ്ടതുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ടെസ്റ്റില് വാലിഡിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് എന്ന് പറയാനുള്ള കാരണം. Okay, a selection test is required to valid because the validity provides the logical and the legal accepted reasons to carry out the test for the screening of the job applicant. A test must be valid under a specific situation and for a definite group of people. Therefore, the test is said to be valid when it is capable to measuring factors for which it is designed. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ടെസ്റ്റ് നടത്തുമ്പോൾ അതിന്
എന്താണ് നമ്മള് ഓരോ ഓർഗനൈസേഷന്റെ ലോജിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലീഗലി അല്ലെ ഒരു എന്താണ് പോളിസീസും പ്രൊസീജിയേഴ്സും അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറ് അല്ലെ. ഒരു സ്ക്രീനിങ് ആയാലും പബ്ലിക്കേഷന് നമ്മൾ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടത്തുമ്പോഴും എങ്ങനെയായിരിക്കും നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു ഓർഗനൈസേഷനിൽ തോന്നിയ പോലെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓർഗനൈസേഷന്റെ പ്രൊസീജിയറും പോളിസീസും അനുസരിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അല്ലെ. അതുപോലെ തന്നെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഓരോ കാൻഡിഡേറ്റിനെയും നമ്മൾ സ്ക്രീനിങ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അപ്പോ അതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ അതിന് ലീഗലായിട്ടും അതുപോലെ തന്നെ ലോജിക്കലായിട്ടും കാൻഡിഡേറ്റിൽ സ്വീകാര്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. എന്ത് ടെസ്റ്റ് ആണ്, എങ്ങനെയാണ്, എന്ത് റൂൾസ് അനുസരിച്ചിട്ടാണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഒരു ടെസ്റ്റുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ടെസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്, വാലിഡ് ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ക്ലിയർ ആയോ? ഓരോ ഓർഗനൈസേഷന്റെയും ലീഗലി അതുപോലെ തന്നെ ലോജിക്കലി ആക്സെപ്റ്റഡ് റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ ആണോ? മനസ്സിലായോ? ഓരോ ലീഗലി അതുപോലെ തന്നെ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടോ ഇനി? നമ്മളുടെ എന്താണ് ഗൈഡ് ലൈൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ അല്ലെ, തയ്യാറെടുപ്പ് അല്ലെ, തയ്യാറെടുപ്പ്. The context structure of a test may fail to provide quality result. എന്താണ് കോംപ്ലക്സ് സ്ട്രക്ചർ ആണെങ്കിൽ, ടെസ്റ്റിന് കോംപ്ലക്സ് സ്ട്രക്ചർ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? റിസൾട്ട് ഇപ്പൊ നിങ്ങളൊരു ടെസ്റ്റ് നടത്തി ഫെയിൽ ആവും അല്ലെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റ് ആണെങ്കിൽ ആണ് നമുക്ക് ഒരു ഉത്തരം എഴുതാനായിട്ട് അല്ലെങ്കിൽ അല്ലെ എഴുതാനായിട്ട് നമുക്ക് എക്സാം ഒക്കെ ഈസി ഉണ്ടാവുള്ളൂ അല്ലെ. ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണെങ്കിൽ എന്താണ് എല്ലാവർക്കും അത് റിസൾട്ട് അല്ലെങ്കിൽ ആ എക്സാം എന്ന് പറയുന്നത് ടഫ് ആയിരിക്കും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതലും ഫെയിൽ ആണ് ഉണ്ടാകുന്നത്. Therefore, a test need to be prepared very efficiently and effectively. നമ്മൾ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റീവ് ആയിട്ടും കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ. ആൻഡ് at the same time it should be easily conducted. നല്ല രീതിയിൽ ആളുകൾക്ക് കാൻഡിഡേറ്റിനെ അറിഞ്ഞുകൊണ്ട് കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും അത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ട് ഫെയിൽ ആവോ അല്ലെങ്കിൽ എന്തായിരിക്കാം? ഫെയിൽ ആവില്ല അല്ലെ. നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. പാസ് ആവും, നല്ല രീതിയിൽ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് കോംപ്ലക്സ് സ്ട്രക്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ബേസ് ടെസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അധികം ആളുകൾ ഫെയിൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. നെക്സ്റ്റ് ആണ് സ്യൂട്ടബിലിറ്റി. എന്താണ് സ്യൂട്ടബിലിറ്റി? സ്യൂട്ടബിൾ പറയാറുണ്ടല്ലേ നമ്മള്. സാറ്റിസ്ഫാക്ടറി. ഓക്കെ, എന്താണ് അനുയോജ്യമായ? പറയാല്ലേ നമുക്ക് അനുയോജ്യമായ. A test must be according to a nature of group on which it is being conducted. Example നോക്കിയേ. For example, a written test contains difficult words to unless if it is applied to workers who are not much literate. ആണോ? ലാഗ് വരുന്നുണ്ടോ? മിസ് പറയുന്നത് ക്ലിയർ അല്ലേ? ലാഗ് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, മഴയായത് കൊണ്ടായിരിക്കും കേട്ടോ മോളെ.
നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. ക്ലിയർ ആണ് അല്ലെ? ഇനി അപ്പൊ സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അനുയോജ്യമായ അല്ലെ? നമ്മൾ എക്സാമ്പിൾ നോക്കി ഇവിടെ written test containing difficult words is useless if it is applied to workers who are not much literate. ഇപ്പോ സാക്ഷരത കുറവുള്ള ആളുകള് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്താണ്, ചില വേർഡ്സിന്റെ വാക്കുകളൊന്നും മനസ്സിലാവില്ല അല്ലെ, അല്ലെങ്കിൽ ചില വേർഡ്സ് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ഇന്ന് നടത്താനായിട്ട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. ലിറ്ററേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ എക്സാം ഡിഫിക്കൽട്ട് വേർഡ്സ്, ആ എക്സാമില് ഡിഫിക്കൽട്ട് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും, അത് വായിച്ചെടുക്കാനും അത് ആൻസർ ചെയ്യാനായിട്ടും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സാക്ഷരത കുറവ് ഉള്ള ആളുകൾക്ക്, ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മള് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം ടെസ്റ്റുകൾ നടത്താനായിട്ട്. അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവാത്ത വേർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ടെസ്റ്റുകൾ എഴുതാനായിട്ട് അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചൂസ് എ ടെസ്റ്റിൽ വരുന്നത് കേട്ടോ. 6 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ല. ഇനി നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് ഏതൊക്കെയാണ് വരുന്നത്? റിലയബിൾ ടൂൾ, ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്സ്, പ്രെഡിക്റ്റർ ഓഫ് ഇൻടാഞ്ചിബിൾ ടാലന്റ്, ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്, റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. ഇത്രയും 5 കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത് കേട്ടോ. ഓരോന്നും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. റിലയബിൾ ടൂൾ എന്താണ് നോക്കാം. അഡ്വാൻറ്റേജ്, ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, റിലയബിൾ ടൂൾ. സെലക്ഷൻ ടെസ്റ്റ് ആർ regarded as a reliable and unbiased tool to evaluate and select the best candidate for a vacant position. Selection tests are always free from personal bias and discrimination in comparison to other techniques used for selection purpose such as interview. അപ്പൊ എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു റിലയബിൾ ടൂൾ ആണ് അല്ലെ, ടൂളാണ്. നമുക്ക് വിശ്വസനീയമായ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ടൂളാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്താണ്, നമ്മൾ പറഞ്ഞല്ലേ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ടെസ്റ്റിലൂടെ ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഗ്യാരണ്ടിയാണ്? തെറ്റുകളില്ലാതെ നല്ല രീതിയിൽ
വേക്കന്റ് ഏത് പൊസിഷനിലേക്കാണോ ആളുകളെ വേണ്ടത് ആ പൊസിഷനിലേക്ക് ആളുകളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ടെസ്റ്റ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റിലയബിൾ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലയബിൾ ടൂൾ ആണ്. എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അൺബയാസ്ഡ് ആയിട്ടുള്ള അല്ലെ തെറ്റുകൾ വരാതെ കാൻഡിഡേറ്റിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഏത് പൊസിഷനിലേക്കാണോ കാൻഡിഡേറ്റിനെ ആവശ്യമായിട്ട് വേണ്ടത് ആ പൊസിഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ സ്കില്ലോട് കൂടിയിട്ടും ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു റിലയബിൾ ടൂൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്സ്. സെലക്ഷൻ ടെസ്റ്റ് ഹാസ് an advantage over other tests as it can be conducted for a large number of applicants at the same time. Selection test is the only technique to save time and money of the organization at the same time for selecting candidate for a large pool. നമ്മൾ പറഞ്ഞല്ലേ ഇപ്പൊ കുറേ അധികം 100-ലധികം കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഇന്റർവ്യൂ വഴിയാണോ അല്ലെങ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ടെസ്റ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഹൈ സ്കോർ ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ള ആളുകളെ ചെയ്ത് കളയുന്നുണ്ട്, റിമൂവ് ചെയ്യും അല്ലെ, എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? റിജക്ട് ചെയ്യും. എന്നിട്ട് അവര് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഓർഗനൈസേഷനുള്ള അഡ്വാൻറ്റേജസ് പറയാൻ പറ്റുമോ? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാകും? ടൈം കൺസ്യൂമിങ് അല്ലെ, ടൈം സേവ് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ, ടൈം അധികം പോവില്ല. പിന്നെ മണി അല്ലെ, കോസ്റ്റ് പോവില്ല. ഇപ്പൊ 100 ആളുകൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്യുകയാണ്, ചിലപ്പോ 2-3 ദിവസം പിടിക്കും അല്ലെ. അപ്പൊ എന്താണ്, ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾക്ക് നമ്മള് കോസ്റ്റ് അല്ലെ, പൈസ കൊടുക്കണം, ഫർണിച്ചറിന്, അങ്ങനെ പല പല കോസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കോസ്റ്റ് നമുക്ക് എന്ത് കുറയ്ക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ഈ സെലക്ഷൻ ടെസ്റ്റിലൂടെ. ക്ലിയർ ആയോ? അതാണ് ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുറെ അധികം ആളുകൾ, ലാർജ് പൂള് അല്ലെ, ലാർജ് കാൻഡിഡേറ്റ്സ്, ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം സേവ് ചെയ്യാൻ പറ്റും ഓർഗനൈസേഷന്. അതുപോലെ ഓർഗനൈസേഷന് മണി അല്ലെ, കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് മണി സേവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുനിന്ന് നോക്കാനുള്ളത് കേട്ടോ. സേവ് the time and money of the organization. അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്? predict the intangible talent. intangible എന്ന് പറഞ്ഞാൽ എന്താണ്? intangible അതിന്റെ മീനിങ് എന്തായിരിക്കും? intangible intangible എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? hidden. പിന്നെ പറയുന്നത് ക്ലിയർ ആണോ മിസ്? ലാഗ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലേ? ഓക്കെ. intangible intangible എന്ന് പറഞ്ഞാല് കാണാൻ പറ്റാത്തതല്ലേ, അവ്യക്തമായ എന്നൊക്കെ പറയാല്ലേ നമുക്ക്.
ഓക്കെ, ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാല് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ അവ്യക്തമായ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റ് നമ്മൾ കണ്ടിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കൂടുതലായിട്ട് ദൃശ്യമായ. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ് ആർ എ യൂസ്ഫുൾ tool to identify the hidden talent and skills of the individuals. നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കൂടുതലായിട്ടുള്ള ടാലന്റ് ഉള്ള പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഈ ഇങ്ങനെയുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഹൈ സ്കോർ അല്ലെ, അതില് നോളജ് ഉള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത് പ്രെഡിക്റ്റർ ഓഫ് ഇൻടാഞ്ചിബിൾ ടാലൻസ്. നമുക്ക് കണ്ടാൽ ചിലപ്പോ അയാൾക്ക് അത്ര നോളജ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്കിൽ ഉണ്ട്, നോളജ് ഉണ്ടെന്നൊന്നും ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സെലക്ഷൻ ടെസ്റ്റുകളിലൂടെ നമുക്ക് എന്താണ് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഓരോ സ്കൂളിലേക്ക് ടീച്ചറെയാണ് അത്യാവശ്യമെങ്കിൽ ഇങ്ങനെയുള്ള സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റില് ഇൻഡെപ്ത് നോളജ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ സെലക്ഷൻ ടെസ്റ്റിലൂടെ നമുക്ക് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്. In order to evaluate the particular characteristics and the individual various selection tests are used organization. For example, achievement test can be used to discover the existing performance of the applicant. On the other hand, aptitude test considered for evaluating prospective performance. എന്താണ് ഇങ്ങനെയുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഒരു ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി, അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് അല്ലെ, നേടിയെടുത്തിട്ടുള്ള നോളജ് ആണ്, ഇപ്പോഴുള്ള നോളജ് അല്ലെ. ഇനി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ഭാവിയിലുള്ള, അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഇനി നമ്മൾക്ക് ഉള്ള കഴിവിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ള കഴിവും കൂടി കൂട്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമുക്ക് എന്താണ് എബിലിറ്റി ഉണ്ടോ അല്ലെ, മെന്റൽ എബിലിറ്റി ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഭാവിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ സഹായിക്കുന്നുണ്ട്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പോഴും നമുക്ക് എത്ര ഈ സബ്ജക്റ്റില് നമുക്ക് എത്ര നോളജ് ഉണ്ട്, നേടിയെടുത്ത നോളജ് എത്രത്തോളം ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ഭാവിയിലുള്ള പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് സ്വഭാവ സവിശേഷതകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിലൂടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. സെലക്ഷൻ ടെസ്റ്റ് ആക്ട് ആസ് എ റെക്കോർഡ് കീപ്പിംഗ് ടൂൾ ഫോർ ദ ഓർഗനൈസേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഓർഗനൈസേഷനിൽ ടെസ്റ്റുകളുടെ. സെലക്ഷൻ ടെസ്റ്റ് റെക്കോർഡ് കീപ്പിംഗ് ടൂൾ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓർഗനൈസേഷനിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ക്യാൻ ബി kept for future reference and investigation. ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്തെങ്കിലും റെഫറൻസിന് വേണ്ടിയിട്ടോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. Analyzing the outcomes of a selection test may result in the formation of some guidelines for additional improvement in the content and administration of the test. It becomes easier to draw out the effectiveness of the test by finding the gap between actual and the best performance of the candidate. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, ഫ്യൂച്ചർ ആയിട്ട് റെഫറൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ആണ് ഇതിന്റെ റെഫറൻസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഈ അനലൈസിങ് ദ ഔട്ട്കംസ് എന്തിനു വേണ്ടിയിട്ടാണ്? അനലൈസിങ് ദ ഔട്ട്കംസ് ഓഫ് ദി സെലക്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്കംസുകൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ സെലക്ഷൻ ടെസ്റ്റില് എന്തെങ്കിലും മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നമ്മൾ ടെസ്റ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കംസ് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഫർദർ ഇംപ്രൂവ്മെന്റ് വേണോ, ഈ ടെസ്റ്റ് നടത്തുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ഫർദർ ഇംപ്രൂവ്മെന്റ് വേണ്ടതുണ്ടോ എന്ന് നമുക്ക് അത് നോക്കി അനലൈസ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ ടെസ്റ്റുകൾ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ആക്ച്വൽ ആൻഡ് ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി കാൻഡിഡേറ്റിനും സഹായിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോഴുള്ള യഥാർത്ഥമായ പെർഫോമൻസും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെലക്ഷൻ ടെസ്റ്റുകൾ സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. റിലേബിൾ ടൂള്, ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്സ്, predictor of intangible talent, goal specific and target oriented, record for future. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും സേഫ് അല്ലേ? സേഫ് ആയിട്ട് ഇരിക്കാട്ടോ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.